ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പേടി കൊണ്ടാ പറയുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കില് പിന്നെന്താ ചെയ്യ? പിന്നെ ഇന്നൊരു നല്ല ലക്ഷണം കണ്ടതുകൊണ്ട് ഞാനായിട്ടത് അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. പൊയ്ക്കോ. സത്യായിട്ടും പോയിക്കോട്ടെ. അതല്ലേ പറഞ്ഞേ, മനസ്സിന് വല്ലാത്തൊരാശ്വാസം. അതെ അമ്മേ, ഈ നാഗത്താൻ ഇന്നിവിടെ വന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് പറയട്ടെ. എന്താ? ഞാൻ പറഞ്ഞില്ലേ ഓപ്പറേഷന്റെ പൈസയുടെ കാര്യത്തിന് ഒരു സാറ് തരാന്ന് പറഞ്ഞുന്ന്. സാറാ പണം ഇന്നെന്റെ അക്കൗണ്ടിൽ ഇട്ടുന്നു. അത് മാത്രമൊന്നല്ല, വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്റെ കൃഷ്ണേ, നാഗത്താനെ കണ്ടത് ശുഭമാണെന്ന് അമ്മ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് വിശ്വാസം തോന്നിയില്ല കേട്ടോ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. അല്ല, നീ എന്താ പറഞ്ഞത്? എനിക്കൊരു ജോലി കിട്ടിയല്ലോ, നല്ല ശമ്പളമുള്ള ഒരു ജോലി. എവിടെ? സിറ്റിയില്. ആ സാറ് തന്നെ ശരിയാക്കി തന്നതാ. വലിയ പാട് പിടിച്ച പണിയൊന്നുമല്ല. ഒരു വലിയ സൂപ്പർ മാർക്കറ്റില് ക്യാഷിലൊന്നും ഇരുന്നാ മതി. ആരും കൊതിക്കുന്ന ശമ്പളാ പറഞ്ഞ. കണ്ടോ കണ്ടോ, നാഗത്തം കൊണ്ടുവന്നത് ശുഭസൂചനയാണ്, അത് നന്മ വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയുടെ മുഖം മാറിയത് കണ്ടില്ലേ? പറഞ്ഞ കാര്യം നല്ലത് തന്നെയാ, അതില് സംശയമൊന്നുമില്ല. പക്ഷേ സിറ്റിയിൽ ജോലിക്ക് പോവാന്ന് പറഞ്ഞാല് അത് വേണ്ട. എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അത് വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അമ്മേ? ഞാൻ സാറിന് വാക്ക് കൊടുത്തിട്ടാ വന്നത്. സാർ എനിക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ട് തരപ്പെടുത്തി തന്ന ജോലിയാ അത്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നീ ഇവിടുന്ന് എവിടെ പോകുന്നത് ഇഷ്ടമല്ല. അമ്മേ, ആരോടാണെന്ന് വെച്ചാ നീ വിളിച്ചു പറഞ്ഞു. നീ പോകുന്നില്ല. ആ നഗരം അത്ര നല്ലതല്ല. എന്നിട്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി ജീവിക്കുന്നേ? അവിടെ എനിക്ക് എന്ത് കുഴപ്പം വരാനാ? കുറച്ചു നാളുകൾക്കുള്ളില് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? വേണ്ടാന്ന് പറഞ്ഞ വേണ്ട. കൃഷ്ണ, ഞാൻ സമ്മതിക്കില്ല. അങ്ങോട്ടൊരു യാത്ര ഇനി വേണ്ട. ദൈവം നിശ്ചയിച്ച പരിഹാരം നിങ്ങളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് സൂചന. ജോത്സ്യരെ, ശാപത്തിന് കവചമായി എത്തുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അവൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിലേക്ക് എത്താൻ ഒട്ടും താമസമില്ല. അത് എങ്ങനെയാ ഞങ്ങക്ക് മനസ്സിലാവുന്നത്? അവൾ വരുന്നതിന് മുൻപ് കൊടുങ്കാറ്റോ മിന്നൽ പിണറോ ഉണ്ടാവില്ല. കാരണം ആ ചുവടുകൾ സാത്വികമായ ഒന്നാണ്. സുഗന്ധമുള്ളൊരു കാറ്റടിക്കുന്നത് പോലെ, പുലർകാലവെട്ടത്തിന്റെ കുളിർമ പോലെ. അങ്ങനെയായിരിക്കും അവളുടെ വരവ്. സമാധാനിച്ചോളൂ, അവൾ വന്നിരിക്കും, അത് നിശ്ചയം. എന്റെ നാഗദൈവങ്ങളെ, ഒരു കാലവും മുടങ്ങാതെ ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ. കൃഷ്ണ നല്ല വിഷമത്തിലമ്മേ. ആ സാറിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതിരുന്ന അവക്ക് ശരിക്കും സങ്കടാവില്ലേ? ജോലി കിട്ടിയെന്നൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് ശരിക്കും സന്തോഷാവുന്ന അവള് പ്രതീക്ഷിച്ച്. ഇതിപ്പോ
എവിടെയാ അവള്? സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞ എന്താണെന്നറിയോ? എനിക്കൊരു നല്ല കാര്യം വന്നാല് അമ്മ തടയില്ല, അവസാനം സമ്മതിക്കുമെന്ന്. ആ വിശ്വാസത്തില് ഡ്രസ്സും മറ്റുമൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുക. നീ വാ. പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതിനമ്മ സമ്മതിക്കില്ലല്ലോ. എന്റെ പേടി കൊണ്ടാ പറയുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കില് പിന്നെന്താ ചെയ്യ? പിന്നെ ഇന്നൊരു നല്ല ലക്ഷണം കണ്ടതുകൊണ്ട് ഞാനായിട്ടത് അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. പൊയ്ക്കോ. സത്യായിട്ടും പോയിക്കോട്ടെ. അതല്ലേ പറഞ്ഞേ. ചിലപ്പോ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അതാണെങ്കിലോ? നീ എവിടെയെങ്കിലും സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിയാല് എനിക്ക് അതിനേക്കാളും വലിയൊരു സമാധാനം എന്താ? ഇത് തന്നെയാ കൃഷ്ണ പറഞ്ഞത്, അവസാനം അമ്മ സമ്മതിക്കുമെന്ന്. ഇത് അങ്ങനെ സംഭവിച്ചതൊന്നും അല്ല ഉണ്ണിമായെ, നാഗത്താൻ വന്നതിന്റെ ഭാഗ്യം. ആ പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ റെഡിയാക്കി അമ്മയുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ വിളിക്കുമ്പോ നീ അമ്മയും കൂട്ടി സിറ്റിയിലേക്ക് വന്നാ മതി. ആ പിന്നെ നമ്മുടെ മഹേശ്വരന്റെ കാറ് വിളിച്ചോ. അതാവുമ്പോ കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നാലും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അമ്മേ, സമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യമായുള്ള മരുന്ന്. ഇവ രണ്ടും ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. തുടങ്ങി അവളുടെ ശാസനം. എന്നിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാണോ നീ? അതെ അമ്മേ, നാളെ മുതല് ജോലിക്ക് കയറി തുടങ്ങണമെന്നാ സാറ് പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ അവധി പറഞ്ഞിട്ട് അവരുടെ മനസ്സിലൊന്നും തോന്നരുതല്ലോ. നീ ധൈര്യമായിട്ട് പോകാൻ നോക്ക് കൃഷ്ണ. എന്നിട്ട് ജോലി ഉറപ്പായി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഒരു ചെറിയ വീടെടുത്ത് അമ്മയെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം. അമ്മയ്ക്ക് നിന്റെ കൂടെ ആവുമ്പോ സമാധാനം ഉണ്ടാവുമല്ലോ. ആ, ഞാനങ്ങോട്ട് വരില്ല. മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. ദേ തുടങ്ങി മരണം. അമ്മേ, ഞാനൊരു യാത്ര പോവാ. ആ ശരി ശരി. എന്നാ പിന്നെ മരണത്തിന്റെ കാര്യം പറയുന്നില്ല. ഞാൻ നിന്നെ ഓർത്ത് ഇവിടെ ജീവിച്ചോളാം. ശ്രദ്ധിക്കണേ മോളെ, വലിയ സ്ഥലോ. അതെ, ഇപ്പൊ ആ സിറ്റി എന്ന് പറഞ്ഞാല് എനിക്ക് കുട്ടനാട് പോലെയാ, കണ്ണും പൂട്ടി നടക്കാനറിയാം. എന്നാ ഞാൻ ഒട്ടും വൈകുന്നില്ല, ഇപ്പൊ തന്നെ ഇറങ്ങാം. ഞാൻ ചെയ്യുന്നത് തെറ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടാമേ, പക്ഷെ ഇതെന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാ.